ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ചിന്ത കാണും, സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവളെന്തിനും എപ്പോഴും എപ്പോഴും വന്നിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാന്നൊക്കെ പറയണേ. അതെ, നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. കാരണം ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാർ കാണും, അപ്പൊ അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവരെ വേണമെങ്കിൽ ആദ്യത്തെ ആ കുറച്ച് ഭാഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് വിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷിയും ബാലനും ഗോമതി എല്ലാവരും നല്ല ടെൻഷനിലാണ്. ഇതുവരെയായിട്ടും അനുവിനെ കുറിച്ച് വിവരങ്ങളും കിട്ടിയിട്ടില്ല. എവിടെ പോയെന്ന് എന്തായെന്നും അറിയത്തില്ല. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. കല്യാണമാണ് ഇന്ന്. അതിനു മുമ്പ് അനുവിനെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവൾക്ക് ഇനി ഇപ്പൊ ആപത്ത് സംഭവിച്ചാണോ, അവൾ ആരോടെങ്കിലും ഒപ്പം ഒളിച്ചോടി പോയതാണോ, അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും അനു അങ്ങനെ ചെയ്യില്ലെന്ന് മീനാക്ഷി ഉറപ്പിച്ചു പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അനുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനു ആരുടെ കൂടെ ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗോമതിയാണ് കരച്ചിലോട് കരച്ചിൽ തന്നെയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. സുകന്യ കൃഷ്ണമംഗലത്ത് പോയിട്ട് ദേവമംഗലത്തേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യയോട് ബാലനൊക്കെ ചോദിച്ചു, അല്ല എന്തായി സുകന്യ, അവിടെ പോയിട്ട് വല്ല വിവരങ്ങൾ എന്തേലും അറിഞ്ഞോ, അവിടെ അലോക് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അലോകല്ല ബാലേട്ട, ഇതിന്റെ പിന്നിൽ അലോകല്ലെന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അലോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും താനും. ഈ സമയം ഗോമതി പറഞ്ഞു, സുകന്യ, ഇന്നലെ രാത്രിയിലാണല്ലോ നിന്നെ അനുവേയും കൂടെ ഒടുവിൽ ഞാൻ കണ്ടത്. അയ്യോ, അത് പിന്നെ ഗോമതി ചേച്ചി, ഞാൻ അനുവിനെ മുറിയിലാക്കിയിട്ട് അപ്പം തന്നെ എന്നെ മുറിയിലേക്ക് പോയായിരുന്നു പറഞ്ഞു. അല്ല, നിങ്ങളെന്തോ സാരിക്ക് ചേരുന്ന നെക്ലസ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ ഗോമതി ചേച്ചി പറഞ്ഞല്ലോ ഇപ്പം നോക്കണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അനുവിനോട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അനുവിനെ കണ്ടതേ ഇല്ലെന്ന് പറഞ്ഞു. വല്ലാത്തൊരു ടെൻഷനാണ് സുകന്യയുടെ മനസ്സിൽ. ഈ സമയം ധർമ്മൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ധർമ്മൻ ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതേക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പത്തിനുമാണ് ധർമ്മനെ വിളിച്ച ആരിന് ആ കാര്യങ്ങളൊക്കെ പറയുന്നേ, അനുവിനെ കാണുന്നില്ലെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ധർമ്മം പാഞ്ഞു പെറുക്കി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തിനും ആര്യം പറഞ്ഞു, മാമ എത്രയും പെട്ടെന്ന് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തണം. ആ അലോകായിരിക്കും ഇതിന്റെ പിന്നില്. അത് കേട്ടതും ധർമ്മം പറഞ്ഞു, അങ്ങനെ എന്തേലും ആണേ വന്നെ നമ്മൾ വെറുതെ വിടത്തില്ല. ഒരു പക്ഷെ ഇനി അവന് അനുവിനെ ഉപദ്രവിക്കാണ്ട് എങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണോ, അതോ ഇനിയിപ്പം വേറെന്തെങ്കിലും. ഒന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്വേഷിക്കാൻ പറ്റാവുന്നിടത്തൊക്കെ പോയി അന്വേഷിക്കാം. അവന്റെ ഗുണ്ടകളെ ആരെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ, അവന്റെ ചിങ്കിടുകളെ കൈ കിട്ടുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്താലോ, ഇവിടെ അടുത്തെവിടെയെങ്കിലും വല്ല CCTV ദൃശ്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയാലോ. വേണ്ട, അപ്പുറത്തെ വളവിനായിരുന്നു. അങ്ങനെ എന്തേലും ഒരു പക്ഷേ അനുവിനെ പിടിച്ചോണ്ട് പോകുന്നോ അങ്ങനെ എന്തേലും ഒരു കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അവരത് ചെക്ക് ചെയ്യാനായിട്ട് പോയി. തൊട്ട് അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്നൊരു കാര്യം വ്യക്തമായിട്ട് കണ്ടു. അനുവിനെ ഒരു കാറിലേക്ക് കയറ്റി പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങൾ. അപ്പത്തേനും അവർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ അലോകൊക്കെയാന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു, അലോകിനെ അന്വേഷിച്ച് പോകുവാണ്. ഈ സമയത്ത് അനുവിന് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. അനു ഇങ്ങനെ അതേ കിടപ്പിൽ തന്നെ കിടക്കുവാണ്. അനുവിന്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ചു വെച്ചിരിക്കുകയുണ്ട് കസാരയില്. വായിക്കകത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണു തുറന്നുമ്പോ അവളെ അലറി വിളിച്ച് ഒച്ചപ്പാട് വെക്കാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അലോക് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നീ ഉറങ്ങടി, കിടന്ന് ഉറങ്ങ്. ഇന്നത്തോടു കൂടി നിന്റെ ഉറക്കം അവസാനിക്കാൻ പോവാ. ഉറക്കം ഉണർന്ന് കഴിയുമ്പോഴത്തേനും ഈ അലോക് നിനക്കിട്ടുള്ള പണി തന്നിരിക്കും. നിനക്ക് ഈ അലോകിനെ അറിയത്തില്ലാത്തോണ്ടാ എന്നെ തേച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പോയേ. അത് മാത്രല്ല, ദേവമംഗലത്തോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ് ഞാൻ ചെയ്യാനായിട്ട് പോന്നേ. ഇനി നീ ഈ അലോകിന്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്തുണ്ടായിരിക്കും. ദേവമംഗലംകാർ എൻ്റെ കൈയും കാലും പിടിച്ചു വരും എന്നൊക്കെ അലോക് പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ അവൾ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ബാലനും കോമതിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കോമതി ബാലൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ബാലേട്ട, അനു ഒരിക്കലും ആരുടെയും കൂടെ ഇറങ്ങിപ്പോകത്തൊന്നുമില്ല. മീനു പറഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. അല്ല കോമതി, ഇനിയിപ്പോൾ അലോക് അവൻ ചിലപ്പം എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഉപദ്രവിക്കാനോ മറ്റോ മുതിരുന്നതെന്നോ അറിയത്തില്ല. ബാലേട്ട, എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, ഗോമതി, പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ നാട്ടുകാർ മുഴുവൻ അറിയും. ഒരു പക്ഷേങ്കിൽ ഇനി അവൾക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അവൾ ഇനിയിപ്പോൾ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇല്ല ബാലേട്ട. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, കുറച്ച് സമയം കൂടെ നോക്കാം. കാരണം 9 മണി വരെ രാവുകാലമാണ്. അത് കഴിഞ്ഞിട്ടാണ് മുഹൂർത്തം കാര്യങ്ങളൊക്കെ.
ചെറുക്കൻ്റെ കൂട്ടർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്ത് പോലുമില്ല. സമയം വൈകുന്തോറും എല്ലാവരുടെ മനസ്സിൽ ടെൻഷനാണ്. കല്യാണ പെണ്ണാണ്. കല്യാണം മുടങ്ങിയെന്ന് അറിയുമ്പം, അതും പെണ്ണിനെ കാണാനില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് രാജശ്രീ അലോകിനെ ഫോണിൽ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പത്തിനും അലോക് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ രാജശ്രീ ചോദിച്ചു, എടാ നീ ഇത് എവിടെയാ, എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. സുഗന്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അനുശ്രീയെ കാണുന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പം അലോക് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തന്നെയാ, വാക്ക് പറഞ്ഞ വാക്കാന്ന് പറഞ്ഞു. രാജശ്രീ ചോദിച്ചു, എടാ അനു നിന്റെ കൂടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ഉണ്ട് അമ്മേ, കൃഷ്ണമംഗലംകാര് ഇന്ന് ദേവമംഗലത്തിട്ട് പണി കൊടുക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അമ്മയൊക്കെ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്കും അച്ഛനും വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്? അവളുണ്ടല്ലോ അനു അവനോടൊപ്പം ഉണ്ടെന്ന്. സത്യമാണോ? അതേന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട് അച്ഛേട്ടാ, ഇനിയിപ്പോ എങ്ങാനും ദേവമംഗലത്തോളം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടി അതൊക്കെ അവൻ വേണ്ട വിധം കൈകാര്യം ചെയ്തോളും. അല്ലെങ്കിലും അവനെ ഞാനൊന്ന് പിരികേറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി കണ്ടത് അവളുടെ കല്യാണം മുടങ്ങും. അങ്ങനെ ദേവമംഗലംകാർ സൂഹിക്കണ്ട, അവരെന്ന് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കും. കല്യാണ പെണ്ണിനെ കാണാൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലന് എല്ലാവരുടെ മുന്നിൽ തല കുനിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ദിവസമാണ് ഇന്ന് കൃഷ്ണമംഗലംകാരൻ ജയിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവര്. ഈ സമയത്ത് ആര്യനും ആനന്ദും ഒക്കെ അലോകിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് അവർക്കൊരു വിവരം കിട്ടുന്നത്. അലോകിനെ കുറിച്ചുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. ഒടുവിൽ അവരെ എന്ത് ചെയ്തു, അങ്ങനെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അനുവിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വീട്ടിലേക്ക്, ഒരു വീടെന്ന് പറയാൻ പറ്റിയ ഒരു ഗോഡൌൺ പോയിന്റ് സ്ഥലമാണ്, അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ ഇതൊന്നും അലോക് അറിയുന്നുണ്ടായിരുന്നില്ല. അലോക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് അലോക് തന്റെ കൂട്ടാളികളെ വിളിച്ചൊരു താലിയൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അനുവിന്റെ കഴുത്തിൽ കെട്ടാനായിട്ട്. അനുവിന് ബോധം വീണ് കഴിയുമ്പോഴത്തേനും അവളുടെ കഴുത്തിൽ താൻ താലി ആത്തണം, പിന്നെ ഇനി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അനുവിന് ബോധം വന്നു. അങ്ങനെ അനു കണ്ണു തുറന്ന് ചുറ്റും നോക്കണം. അപ്പോഴാണ് അലോക് അവിടെ ഇരിക്കുന്നുണ്ട്. അനുവിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വെപ്രാളോ ഒരു ഭയമൊക്കെ ഉണ്ടായി. അലോക് പറഞ്ഞു, എന്താടി നീ നോക്കുന്നേ, നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരുന്നേ? എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവനുമായിട്ട് സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിക്കാന്നോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ലടി. ഇന്ന് നമ്മുടെ കല്യാണമാണ്, കണ്ടോ, നമ്മുടെ കല്യാണം ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഇന്നാണ്. അവനോടൊപ്പം കല്യാണം കഴിച്ച് സുഖമായിട്ട് ആഘോഷിക്കാമെന്ന് നീ കരുതിയിരിക്കുമായിരുന്നല്ലോ, അത് നടക്കാൻ പോകുന്നില്ലടി. ഇനി നിന്റെ വീട്ടുകാര് എന്റെ കാലിലേക്ക് വന്ന് വീഴാൻ പോകുന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോക് തന്റെ പോക്കറ്റിൽ കിടന്ന താലി എങ്ങനെ ഉയർത്തി കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടായി. അനുവിന് മനസ്സിലായി ഇവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അത് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ കല്യാണം കഴിച്ചാൽ കൃഷ്ണമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോന്നേ. നീ എന്റെ ഭാര്യയായിട്ട് അവിടെ തന്നെ കഴിയും, നിനക്കിനി ഒരു മോചനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ദേവമംഗലംകാരെ ഞങ്ങളുടെ കാൽക്കീഴി വരുത്താനായിട്ട് ഏറ്റവും നല്ലൊരു അവസരം ഇതെന്ന് പറഞ്ഞു. അപ്പം വായിക്കത്തൊക്കെ പ്ലാസ്റ്റർ ഒടിച്ചുകൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റുണ്ടായിരുന്നല്ലോ. പിന്നീട് അലോക് ആ പ്ലാസ്റ്റർ അങ്ങോട്ട് മാറ്റിക്കുമ്പോഴത്തേനും അനു പറഞ്ഞു, എടാ അത് ജന്മത്തിൽ നടക്കില്ലടാ, എന്നെ കൊന്നാലും ശരി ഞാൻ ഇനി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എടി അതിന് നിന്നെ കൊല്ലുന്നൊന്നുമില്ല, നിന്റെ കഴുത്തിൽ താലി ആർത്തി ഞാൻ കൊണ്ടുപോകാൻ പോവാ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അഴിച്ചു വിടാനൊക്കെ പറഞ്ഞുകൊണ്ട് അനു കിടന്ന് നല്ലൊരു വിളിക്കുന്നുണ്ട്. പക്ഷെ അഴിച്ചു വിടാനായിട്ട് അലോക് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെ ഇവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയാവുള്ളൂ. കാരണം ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്താണെങ്കിലും ഒടുവിൽ ആരിനും ആനന്ദം ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അവരനുവിനെ രക്ഷപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അലോകിനിട്ട് നല്ല പണി കൊടുക്കും. താലി കെട്ടാനായിട്ട് വലിയ ആളും കളിച്ച് ഒരുങ്ങി നിൽക്കുന്ന അലോകിന് അന്ത്യകുദാശ കൊടുക്കാനായിട്ടായിരിക്കും അവന്മാരൊക്കെ വരുന്നത്. അങ്ങനെ അവർ വന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.